നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ പ്രശസ്തമായിട്ടുള്ള സിനിമാ സീരീസാണ് CBI ഡയറിക്കുറിപ്പും തുടർന്നുള്ള 3-4 ചിത്രങ്ങളും. അതിൽ തന്നെ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. അത് മൂന്നാമത്തെ സിനിമയാണ് ആ സീരീസിലെ. അതിൽ നടൻ ജഗദീഷ് അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. ടൈലർ മണി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ സിനിമയിൽ ഒരിടത്ത് അതിലെ ഒരു കൊലപാതക പരമ്പര നടന്നിരുന്നു. അതിൽ ഒരാളുടെ കൊലപാതകം, അതിൻ്റെ യഥാർത്ഥ പ്രതി ആര് എന്നറിയാൻ വേണ്ടിയിട്ട് പൗരസമിതിയൊക്കെ രൂപീകരിച്ചിട്ട് അതിൻ്റെ തലവനായിട്ട് നിൽക്കുകയാണ് ഈ ടൈലർ മണി. ആ സിനിമയുടെ ഒടുവിൽ യഥാർത്ഥ പ്രതിയെ മമ്മൂട്ടിയും കൂട്ടരും, അതായത് സേതുരാമയ്യരും കൂട്ടരും പിടിക്കുമ്പോൾ ഈ ടൈലർ മണി തന്നെയാണ് അതിലെ പ്രതി. ഇതിപ്പോൾ പറയാനുള്ള കാരണം, ഒരു പാവം പിടിച്ചൊരു വിദ്യാർത്ഥിയെ 3 ദിവസത്തോളം പട്ടിണിക്കെട്ട് പച്ച വെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം അവൻ്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് വെക്കാൻ മനസ്സാക്ഷിയുള്ള ആർക്കെങ്കിലും പറ്റുമോ? ഒരു സിനിമയെ ചോദിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സക്കീർ ഭായിക്ക് പറ്റുമോ എന്ന് ഷമ്മി തിലകൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ SFIക്കാരനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ദാ ഞാൻ കാണിച്ചു തരാം ആ കാഴ്ച. നോക്കൂ, കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ വീടിൻ്റെ സമീപത്തായിട്ട് വെച്ചിരിക്കുന്ന ഫ്ലെക്സാണ് നിങ്ങൾ ഈ കാണുന്നത്. വയനാട് പൂക്കോട് ഗവൺമെൻറ് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനും കുറക്കോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുക. നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പം. CPIM 11ാം കല്ല് ബ്രാഞ്ച്, DYFI 11ാം കല്ല് യൂണിറ്റ്. എന്തായാലും ഭാഗ്യം SFIയുടെ പേര് അവിടെ വെച്ചിട്ടില്ല. SFIയുടെ ചേട്ടൻ്റെ പേരും അവിടെ വെച്ചിട്ടുണ്ട്. SFIയുടെ പേര് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്ലെക്സോട് തന്നെ നാട്ടുകാർ എടുത്ത് കത്തിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഫ്ലെക്സ് ഇപ്പോൾ അവിടെ ഉണ്ടോയെന്നറിയില്ല. ഇതെന്തായാലും സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലാണ്. ഈ സിദ്ധാർത്ഥ് എന്ന വ്യക്തിയുടെ മരണത്തിന് കാരണം SFI ആണ് എന്ന് ഈ സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ തന്നെ ഇതിനകം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. ഈ പാർട്ടി അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഓർമ്മ കാണുമല്ലോ, ആന്തൂരിലെ ഈ സാജൻ എന്ന വ്യക്തി പ്രവാസ ജീവിതം നയിച്ചു. അവിടുന്ന് കുറച്ച് പണമൊക്കെ സമ്പാദിച്ചു, നാട്ടിൽ വന്നു, എന്നിട്ട് ഇവിടെ ഒരു സംരംഭം തുടങ്ങി. പക്ഷേ അവിടുത്തെ നഗരസഭ അതിനുള്ള കറക്റ്റായിട്ടുള്ള അനുമതി കൊടുക്കാതെ ഇദ്ദേഹത്തെ ഇട്ട് കഷ്ടപ്പെടുത്തി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യ ചെയ്തു. അത് പാർട്ടിക്കെതിരെ ആവുമെന്ന് കണ്ടപ്പോൾ ആന്തൂർ സാജൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്ന തരത്തിൽ പാർട്ടി മുഖപത്രം തന്നെ ലേഖനം എഴുതി വെച്ച കൂട്ടരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരിൽ നിന്ന് ഇതിൻ്റെ അപ്പുറമൊക്കെ പ്രതീക്ഷിച്ചാലും ഒട്ടും അത്ഭുതപ്പെടാനില്ല. SFIയുടെ നേതാക്കളും CPIയുടെ നേതാക്കൾ ഇതിനകം തന്നെ ഈ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ ചെന്നുവെന്നും അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചെന്നും അവരെ തല്ലി ഓടിച്ചെന്നും അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ കൂടി അവരെ ഓടിച്ചെന്നും ഒക്കെയുള്ള കഥകൾ ഇതിനകം തന്നെ പല മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ പുറത്തറിയുന്നുണ്ടാവും. പക്ഷേ ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി ഇവർ കഥകൾ ചമയ്ക്കുക എന്നോർക്കുക. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. സാധാരണ ക്യാപ്സൂളുകൾ കൊണ്ട് ഇത് മറയ്ക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെട്ട ഈ സിദ്ധാർത്ഥ് എന്ന വ്യക്തിയെപ്പറ്റി എത്രമാത്രം മോശമായിട്ടുള്ള കഥകൾ ഇവർ പടച്ചു വിട്ടേക്കാം എന്ന് നമുക്ക് തൽക്കാലം ഊഹിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം പാർട്ടി അതാണ് ഇനം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.